നെയ്ച്ചോറും ബീഫും അതൊരു അടിപൊളി കോംബോ ആണല്ലേ. നമുക്ക് റെസിപ്പി നോക്കിയാലോ. ബീഫ് കഴുകി വെക്കുക. 4 ഉള്ളിയും 2 തക്കാളിയും 2 പച്ചമുളകും കൂടെ മുറിച്ച് മാറ്റി വയ്ക്കുക. മല്ലിയിലയും വേപ്പിലയും കൂടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഉരുളി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടിയെടുക്കുക. പിന്നീട് ഉപ്പും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കണം. അത് മാറ്റി വയ്ക്കാം. 2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 സ്പൂൺ കുരുമുളക്, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 6 സ്പൂൺ മീറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ മാറ്റി വയ്ക്കുക. എരിവും ഉപ്പും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ബീഫിലോട്ടുള്ള മസാലയുടെ അളവാണിത്. ഇതും കൂടെ ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ബീഫ് ചേർക്കാം. ബീഫ് ചേർത്ത് മസാല നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ബീഫ് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് കുരുമുളക് കൂടി തൂവി അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളം ആവശ്യത്തിന് പിന്നെയും ചേർത്ത് കൊടുക്കണം. ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിലോട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാത്രം വെച്ച് നെയ്യ് ചൂടാക്കിയെടുക്കുക. അതിലോട്ട് ഉള്ളിയും ക്യാരറ്റും സ്പൈസസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് വെള്ളം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് തിളക്കാൻ വിടുക. തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് അരിയിട്ട് വേവിക്കുക. അരി ഒരു 50% വേവാകുമ്പോൾ അതിലോട്ട് നാരങ്ങ നീരും പിന്നെ നെയ്യും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് 15 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയാവും. അപ്പം നമ്മുടെ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.